ഞാൻ അകന്നുപോയിരിക്കുന്ന പാപത്തിന്റെ ദൂരദേശത്ത് നിന്ന്, ഞാൻ വീണുപോയിരിക്കുന്ന പന്നിക്കൂട്ടത്തിൽ നിന്ന്, ഞാൻ വഷളായിപ്പോയ അധർമ്മത്തിന്റെ താഴ്വരയിൽ നിന്ന് എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടേണ്ട ഒരു നിർജ്ജന സ്ഥലം ഉണ്ടോ എനിക്കും നിങ്ങൾക്കും? ഈ മുടിയൻ പുത്രൻ ദൂരദേശത്ത് പന്നിയുടെ താഴെ കിടക്കുക. നിങ്ങൾക്കറിയാലോ, ഇവൻ എപ്പോഴാ എഴുന്നേറ്റെ? ആ ഉപമ കാണാതെ നിങ്ങൾക്കറിയാം. നിങ്ങൾ പറയൂ, ഈ ധൂർത്തപുത്രൻ എഴുന്നേറ്റത് എപ്പോഴാ? ഞാൻ പറയാം. അവന് സുബോധം വന്നിട്ട് അവൻ എഴുന്നേറ്റു. എന്ത് വന്നിട്ട്? സുബോധം വരുമ്പോൾ വന്നപ്പോൾ അവൻ അവനോട് തന്നെ 5 ചോദ്യം ചോദിച്ചു. എന്ത് ചോദ്യം? 5 ചോദ്യം. ഈ 5 ചോദ്യം ഒരാൾ സ്വയം ചോദിച്ചാൽ അവന് സുബോധം അഥവാ പ്യുവർ കോൺഷ്യസ്നെസ് ഉണ്ട് എന്ന് പറയാം. എൻ്റെ നിങ്ങൾക്ക് ഉള്ളൊരു ടെസ്റ്റ് പേപ്പറാണ് കേട്ടോ. 5 ക്വസ്റ്റ്യൻ ഇടാൻ പോവാണ്. 5 ചോദ്യം ഒരാൾ സ്വയം ചോദിക്കുമ്പോഴാണ് അയാൾ എഴുന്നേൽക്കുന്നതും അപ്പൻ്റെ വീട്ടിലേക്ക് പോകുന്നതും. മുടിയൻ പുത്രൻ അവനോട് തന്നെ ചോദിച്ച 1ാമത്തെ ചോദ്യം, എനിക്കെന്തു പറ്റി? എന്താ? നിങ്ങളൊന്ന് ഉറക്കെ പറഞ്ഞേ, എനിക്കെന്തു പറ്റി? നമ്മൾ നാട്ടുകാരോടൊക്കെ ചോദിക്കാറുണ്ട്, എടോ തനിക്ക് എന്നെ പറ്റി? ഇപ്പൊ പഴയതുപോലൊന്നും അല്ലല്ലോ, എന്താ പറ്റി അല്ലേ? പലരോടും. പക്ഷെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ, എനിക്കെന്തു പറ്റി? ധൂർത്തപുത്രൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെയായിരുന്നില്ല. അവൻ സ്വയം ചോദിച്ച ആദ്യത്തെ ചോദ്യം, എനിക്കെന്തു പറ്റി? നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നില്ല. നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ നടക്കുക. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് ഒരിക്കലെങ്കിലും ചോദിച്ചാൽ കൊടുമണില് പ്രിയപ്പെട്ടവരെ, സുബോധത്തിന്റെ 1ാമത്തെ ലക്ഷണം. നമുക്ക് ബോധമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒന്നിരിക്കില്ല, അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല. സുബോധം. ധൂർത്തപുത്രൻ ചോദിച്ച ആ ടെസ്റ്റ് പേപ്പർ, അവന് തന്നെ ഇട്ട ടെസ്റ്റ് പേപ്പർ. 2ാമത്തെ ചോദ്യം, ഞാൻ എവിടെ നിന്ന് പോന്നു? എന്താ? ഉറക്കൊന്ന് പറഞ്ഞേ, എവിടെ നിന്ന് പോന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അകന്നു പോരുന്നത് ഒരപ്പന്റെ വീട്ടിൽ നിന്നാണല്ലോ. ഇന്നലകളിൽ എനിക്കൊരപ്പന്റെ വീടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബാല്യത്തിലെ ആധ്യാത്മികത, നിഷ്കളങ്കത എവിടെ? എന്റെയും നിങ്ങളുടെയും ശൈശവത്തിലെ ആധ്യാത്മികതയുടെ നേർരേഖ എവിടെ? കപടഭക്തിയിലേക്ക് നമ്മൾ വല്ലാതെ പോയിട്ടുണ്ട്. ബാല്യത്തിലെ ഒരു ആധ്യാത്മികതയുടെ ശൈശവത്വത്തിന്റെ ഭംഗി, ഗോ ബാക്ക് ടു യുവർ സ്പിരിച്വൽ ഇന്നസെൻസ്. നിന്റെ ആധ്യാത്മികത നിഷ്കളങ്കതയിലേക്ക് മടങ്ങിപ്പോകാം. ഗോ ബാക്ക് ടു യുവർ സ്പിരിച്വൽ ഇന്നസെൻസ്. ഞാൻ എവിടെ നിന്ന് പോന്നു? ഞാൻ വിട്ടുപോകുന്ന ഒരപ്പന്റെ വീട്. പ്രിയപ്പെട്ടവരെ, അപ്പന്റെ വീട് വിട്ടുപോകുന്ന ദൂരദേശത്തായി കിടക്കുന്ന ധൂർത്തപുത്രൻ നാം. മുടിയൻ പുത്രൻ അവൻ സ്വയം ചോദിച്ച 3ാമത്തെ ചോദ്യം, എവിടെ ഇപ്പോൾ വന്നു? ഞാൻ കിടക്കുന്നത് പന്നിയുടെ ഇടയിലാണ്. മാമോദീസായുടെ വെള്ളം വീണ നസ്രാണി, തിരുശരീരക്തങ്ങൾ പേറുന്ന നസ്രാണി, പരിശുദ്ധ ശ്ലീബായുടെ അടയാളം പേറുന്ന ക്രിസ്ത്യാനി. നാം കിടക്കുന്ന പല പന്നിക്കൂട്ടവും നമുക്ക് തന്നെ അറിയില്ല. ഏത് പന്നിക്കൂട്ടത്തിന്റെ നടുവിൽ ഇരിക്കാനും നമുക്കൊരു മടിയും ഇല്ല. ഒരു വാക്ക് ഞാൻ പറയട്ടെ, ക്രിസ്തീയ അന്തസ്. അത് വിട്ടിട്ട് നമ്മുടെ ചെറുപ്പം എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ യൗവനം എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? സുറിയാനി ക്രിസ്ത്യാനിയുടെ ആധ്യാത്മികതയുടെ അന്തസ് വിട്ടിട്ട് നാം വല്ലാതെ ദൂരത്തേക്ക് പോകുന്നുണ്ട്. മുടിയൻ പുത്രൻ ചോദിച്ചു, ഞാൻ എവിടെ ഇപ്പോൾ വന്നു? കിടക്കുന്ന പന്നിക്കൂട്ടത്തേക്കൊരു ബോധ്യം. നമ്മുടെ പല കൂട്ടുകെട്ടും ശരിയല്ല, നമ്മുടെ പല അന്തിക്കൂട്ടും ശരിയല്ല, പല ഇരിപ്പും ശരിയല്ല, പല കമ്പനിയും ശരിയല്ല. മുടിയൻ പുത്രൻ സ്വയം ചോദിച്ച 4ാമത്തെ ചോദ്യം, എന്തിനു വന്നു? ടെസ്റ്റ് പേപ്പറിന്റെ 5 ചോദ്യം ഞാനിപ്പോൾ ചോദിക്കും. 4ാമത്തെ ചോദ്യം, എനിക്കിതിൻ്റെ വല്ല ആവശ്യവും? അപ്പന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ തിന്നു ശേഷിപ്പിക്കുന്ന നുറുക്കുകളെ കുറിച്ച് അയാൾ കിനാവ് കാണുന്നുണ്ട്. വേലക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നത്. ഞാൻ എന്തിനു വന്നു? എനിക്കിതിൻ്റെ ആവശ്യമില്ലായിരുന്നു. മുടിയൻ പുത്രൻ സ്വയം ചോദിച്ച 5ാമത്തെ ചോദ്യം,
എൻ്റേതെല്ലാം എവിടെ? നഷ്ടപ്പെട്ട ചെരുപ്പും നഷ്ടപ്പെട്ട മോതിരവും അവകാശത്തിന്റെ പുതപ്പും. സഹോദരങ്ങളെ, 5 ചോദ്യം ചോദിച്ചു. നാം ഒന്ന് അയവിറക്കുക. അത് 5 ചോദ്യം നിങ്ങളൊന്ന് ഉറക്കെ പറയണം. സുബോധം എന്നതിന്റെ ലക്ഷണാണ്. 1, എനിക്ക് എന്തു പറ്റി? സന്തോഷം കേട്ടോ, അങ്ങനെ മറുപടി പറയുന്നില്ല. 2-ാമത്തേത്, ഞാൻ എവിടെ നിന്ന് പോന്നു. 3, എവിടെ ഇപ്പോൾ? ഉറക്കെ പറഞ്ഞു, വന്നു. 4, എന്തിനു വന്നു. 5, എന്റേതെല്ലാം എവിടെ? നഷ്ടപ്പെട്ടു പോയ പലതുമുണ്ട്. അപ്പന്റെ ഭവനം. പ്രിയപ്പെട്ടവരെ, സുബോധം വന്നപ്പോൾ മുടിയൻ പുത്രൻ എഴുന്നേറ്റിട്ട് സ്വയം പറഞ്ഞു, അകലങ്ങളിലെ അപ്പൻ എനിക്ക് മതിയായവൻ. അകലങ്ങളിലെ അപ്പൻ എനിക്ക് മതിയായവൻ. പ്രിയപ്പെട്ടവരെ, ദൂരദേശം ചോദ്യങ്ങളുടേതാണ്, സ്വയം ചോദിക്കുന്ന ചോദ്യങ്ങൾ. 2 വാക്കുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. 1, ഡിസ്റ്റന്റ് പ്ലേസ്. 2, ഡെസർട്ടഡ് പ്ലേസ്. നാം നിൽക്കുന്നത് പാപത്തിന്റെ അകലങ്ങളിലാണ്. നാം നിൽക്കുന്നത് പാപത്തിന്റെ ദൂരദേശത്താണ്. എന്റെ സ്നേഹിത, 5 ചോദ്യം ഞാൻ എനിക്ക് തന്നെ ടെസ്റ്റ് പേപ്പർ ഇടണം. 5 ചോദ്യം ഞാൻ എനിക്ക് തന്നെ പരീക്ഷ ഇടണം. എനിക്ക് എന്ത് പറ്റി? ഞാൻ എവിടെ നിന്ന് വന്നു? എവിടെ നിന്ന് പോന്നു? എൻ്റെതെല്ലാം എവിടെ തുടങ്ങി? സഹോദരങ്ങളെ, ചില ജീവിത അനുഭവങ്ങളിൽ ദൂരദേശത്ത് നിന്ന് നിർജ്ജന സ്ഥലത്തേക്ക് പോകുമോ? ഞാൻ എൻ്റെ കർത്താവുമായി ഒറ്റയ്ക്കിരിക്കുന്ന യേശുക്രിസ്തു മൗനമായി, വളരെ സൈലന്റായി, വളരെ ഏകാഗ്രമായി തമ്പുരാനോട് പ്രാർത്ഥിക്കുക. ഞാൻ 1-2 ഉദാഹരണം പറയാം. ഈ നിർജ്ജന സ്ഥലത്തിന്റെ പ്രത്യേകത, നമുക്ക് എത്ര ദിക്കുണ്ട്? എത്ര ദിക്കുകൾ? പറയൂ, എത്ര ദിക്ക്? 4. നല്ല ഉത്തരമാണ്. പക്ഷെ ഞാനിത് സമ്മതിച്ചു തരില്ല. ഒന്നും കൂടെ അവസരം തരാം. ഇത്തിരി കൂട്ടിക്കേ. 8. ഗുഡ്. 8 ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, കിഴക്ക്, പറയൂ, പടിഞ്ഞാറ്, ഇത് ഇവിടെ ഏതാ ഇത്? വടക്ക്, തെക്ക്. 4. 5. തെക്ക് വടക്കോ? തെക്കു കിഴക്ക്, തെക്കു പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്. ആകപ്പാടെ ദിക്കൊക്കെ തെറ്റിയിരിക്കുക കൊറോണ വന്നപ്പോഴത്തേക്കല്ലേ. വടക്ക് കിഴക്ക്. ഇപ്പൊ എത്രയായി? 8 ദിക്കുകളുണ്ട്. ഹൈന്ദവ പാരമ്പര്യത്തിലൊക്കെ അഷ്ടദിക് പാലകൻ എന്നൊക്കെ പറഞ്ഞ് ദേവസങ്കല്പമുണ്ട്, എല്ലാ ദിക്കുകളെയും. പക്ഷേ ഒരാളുടെ ദിക്കുകൾ ഇവിടെയും തീരുന്നില്ല. ഞാൻ പറയും, നിങ്ങളെ ചിന്തിപ്പിക്കാം, നിങ്ങൾക്ക് ചിന്തിക്കാം. 11 ദിക്കുകളുണ്ട്. 8 കിട്ടി. 9 നിങ്ങൾക്ക് കണക്ക് കൂട്ടാം. ഏത്? മണ്ണാണെന്നുള്ള ബോധ്യം. മണ്ണിൽ നിന്നെടുക്കപ്പെട്ടു. മണ്ണാൽ മനയപ്പെട്ടവനെ നീ നിഗളിക്കേണ്ട. മണ്ണേ നാളെ ചേരും നീ മാതാവാ മണ്ണിൽ. വിഷമിക്കേണ്ട, അടുത്ത ആഴ്ച മുതൽ പാടാൻ പോകുന്ന നോമ്പിലെ പാട്ടാ. മണ്ണാണെന്നുള്ള ബോധ്യം. മണ്ണാൽ മനയപ്പെട്ടവനെ നീ നിഗളിക്കേണ്ട. 9-ാമത്തെ ദിക്കേതാ? മണ്ണാണ് നാം ഓരോരുത്തരും. 10-ാമത്തേത് ഇപ്പൊ കിട്ടിയില്ല, ആലോചിച്ചോളൂ. 10 അതിന്റെ നേരെ ഓപ്പോസിറ്റാ. ഏത്? വിണ്ണ്. വിണ്ണിൽ നിന്ന് വന്നു, വിണ്ണിലേക്ക് പോകും. ഈ ദിക്ക് എണ്ണിയിലേക്ക് പിന്നെ തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ. വിണ്ണ്, സ്വർഗത്തേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു, എൻ്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? അല്ലേ? 10 ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. എവിടെ ഇട്ടത് ചൂണ്ടും? എനിക്കിപ്പോ ഈ പള്ളിയിൽ നിന്ന് ചൂണ്ടാവുന്നിടത്തൊക്കെ ഞാൻ ചൂണ്ടിക്കഴിഞ്ഞു. ലാസ്റ്റ് 1. ഇനി അങ്ങോട്ട് ചൂണ്ടും. കിട്ടിയില്ല. അവനവന്റെ അകത്തേക്ക്. ഇന്ന് നമ്മൾ അന്റാർട്ടിക്കയിലും അമേരിക്കയിലും ഒക്കെ പോവും. പോകാത്ത ഏക യാത്ര അവനവന്റെ ഉള്ളിലേക്ക്. മുടിയൻ പുത്രൻ സുബോധം വന്നപ്പോൾ 11-ാം ദിക്കിലൂടെ യാത്ര ചെയ്തു.
11-ാം ദിക്കിലൂടെ. എനിക്കെന്ത് പറ്റി? എവിടെ നിന്ന് പോന്നു? എന്റേതല്ല എവിടെ? 11-ാമത്തെ ദിക്ക്. സുബോധം വന്നതിന്റെ ലക്ഷണ 11-ാമത്തെ ദിക്ക്. പ്രിയപ്പെട്ടവരെ, ദൂരദേശത്ത് നിന്ന് നിർജ്ജന സ്ഥലത്തേക്ക് ദൈവം മുടിയൻ പുത്രന് വെട്ടം കൊടുത്തൊരു തവിട്ടില്ല. പന്നിക്ക് കൊടുക്കുന്ന തവിട് അല്ലേ? പന്നിക്ക് കൊടുക്കുന്ന തവിടും ആർക്കും അവന് കൊടുത്തില്ല. അത് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. അത് കിട്ടുമെങ്കിൽ പുള്ളി ഒരു വലിയ ഉരുട്ടി അടിച്ചേനെ, അത്ര വിശപ്പുണ്ടായിരുന്നു. അതും കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, മുടിയൻ പുത്രന് തവിട്ടിലാണ്. പൗലോസ്ലീഹായ്ക്ക് ഇരുട്ടില, 3 ദിവസത്തെ ഇരുട്ട്. പഴയ നിയമത്തിൽ ഏലിയാവിന് മരച്ചുവട്ടിലാണ് വെട്ടം. ദൈവം ഒരാളെ നിർജ്ജന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനെങ്ങനെ? ഇവരെല്ലാം ദൂരദേശത്തായിരുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ നിയോഗത്തെ മറന്ന ഏലിയാവ് നിയോഗം മറന്നപ്പോൾ ദൂരദേശത്താ. ഏലിയാവിനെ മരച്ചുവട്ടിലിട്ട് പിടിച്ചു. മരച്ചുവടാണ് നിർജ്ജന സ്ഥലം. ഗുണ്ടയായിരുന്നു ശൗൽ. പൗലോസ്ലീഹ അകലങ്ങളിൽ ദൂരദേശത്തായിരുന്ന ശൗലിനെ ഇരുട്ടിലിട്ട് 72 മണിക്കൂറിട്ട് വട്ടം കറക്കിയപ്പോ പപ്പടം പൊള്ളുന്നത് പോലെ പൗലോസ്ലീഹയുടെ ഉള്ളുപൊള്ളി. ഇരുട്ടിലിട്ട് വെട്ടം കൊടുത്തു. സഹോദരങ്ങളെ, നിർജ്ജന സ്ഥലം. നാം ചില ദൂരദേശത്താണെങ്കിൽ നമുക്ക് വെട്ടം തരാൻ ദൈവം ചില നിർജ്ജന സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് തന്നെ കൊണ്ടുപോകും. ലോകത്തെ വലിയ മനുഷ്യരൊക്കെ ഒറ്റയ്ക്ക് നിന്നിട്ടുള്ളവരാണ്. ഒറ്റയ്ക്ക് നിൽക്കാത്തവരാരും ജയിച്ചിട്ടില്ല. ശ്രീബുദ്ധനും മുഹമ്മദും സ്വരാഷ്ട്രീയരും വിവേകാനന്ദനും എല്ലാവരും 39-ാമത്തെ വയസ്സിൽ സ്വാമി വിവേകാനന്ദൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കുറച്ച് ദിവസങ്ങൾ കാണുന്നില്ല. കാണാതിരുന്നപ്പോൾ ശിഷ്യന്മാർ അന്വേഷിച്ചു എന്നപ്പോൾ ഈ മനുഷ്യൻ, സ്വാമിജി ഒരു ഗുഹയിലാണ്. എന്നാ സ്വാമി ഇങ്ങനെ? സ്വാമിജി പറഞ്ഞ മറുപടി, ഐ ആം പ്രിപ്പയറിംഗ് ഫോർ മൈ ഡെത്ത് എന്നാണ്. ഐ ആം പ്രിപ്പയറിംഗ് ഫോർ മൈ ഡെത്ത്. ഞാൻ മരിക്കാൻ വേണ്ടി ഒരുങ്ങാ. 39 വയസ്സിലെ ഒറ്റയ്ക്ക്. ലോകത്തെ വലിയ മനുഷ്യരൊക്കെ എങ്ങനെയാണ്? യേശു തമ്പുരാൻ പറഞ്ഞു, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. നിങ്ങളുടെ ഉള്ളിലാണ് ദൈവരാജ്യം. നിർജ്ജന സ്ഥലം, 11-ാമത്തെ ദിക്ക്. അപ്പൊ ശരിയായ ദൂരം കണ്ടെത്തി കഴിഞ്ഞ പിന്നെ മൗനമാ. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയുടെ 1-ാം പടി മൗനമാ. ശ്രീരാമകൃഷ്ണ പരമഹംസര് പറയുന്ന ഒരു കഥയുണ്ട് ദൈവാന്വേഷണത്തിന്റെ. പഴയൊരു കാലാണ്. പെണ്ണുകാണൽ ചടങ്ങ് നടക്കുന്നൊരു വീട്. പഴയകാലം. പുതിയതുമായിട്ട് ചിന്തിക്കുകയേ ചെയ്യരുത്. പെണ്ണുകാണൽ ചടങ്ങ് നടക്കുന്നൊരു വീട്. അപ്പോൾ ഒത്തിരി പേരുള്ള വീടാണ്. വരൻ പൂമുഖത്തുണ്ട്. 5-6 പേരും കൂടെ വന്നിട്ടുണ്ട് കാണാൻ. ഇരുവശത്തും കൂട്ടുകാരിരിക്കുകയാണ്. ജനലിൽ കൂടെ, അകത്ത മുറിയിലെ ജനലിൽ കൂടെ കല്യാണപ്പെണ്ണും കൂട്ടുകാരികളും എത്തി നോക്കുന്നുണ്ട്. നാണത്തിൽ പൊതിഞ്ഞ നമ്രമുഖിയായി നമ്മുടെ മണവാട്ടിക്കൊച്ചും അകത്തെ ജനലടികളിൽ കൂടെ നോക്കുന്നുണ്ട്. കൂട്ടുകാരികൾക്കൊന്നും ഈ വരനെ അറിയത്തില്ല. അവർ വന്നറേ ഉള്ളൂ. അപ്പൊ ഈ കൂട്ടുകാരികള് അവിടെ നിന്നുകൊണ്ട് തന്നെ മണവാട്ടി പെണ്ണിനോട് ചോദിക്കുന്നുണ്ട്, ഡി, ആയിരിക്കുന്നതാണോ നിന്റെ വരൻ? ആ പച്ചയിൽ ചുവന്ന കളങ്ങളെല്ലാം ഉടുപ്പിട്ട ആള്? ഏയ് അല്ലല്ല. അതിന് തൊട്ടിപ്പുറത്തിരിക്കുന്ന ആ നൂൽമീശക്കാരനാണോ നിന്റെ വരൻ? ഏയ് അല്ലല്ല. എന്നാൽ പിന്നെ മൂന്നാമതിരിക്കുന്ന ആ തടിയുള്ള? ഏയ് അല്ലല്ല. ഇതെല്ലാം ഈ പെൺകുട്ടി മറുപടി പറയുന്നു. ഒടുവിൽ കൂട്ടുകാരികൾ ഇവരുടെ വരനെ ചൂണ്ടി ചോദിക്കും, അതാണോ? അപ്പോൾ പഴയകാലം ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഈ മണവാട്ടി പ്രതികരണം ഇല്ല. മൗനത്തിൽ, നാണത്തിൽ പൊതിഞ്ഞൊരു ചിരി മാത്രം. പഴയതോർത്താൽ മതി, ഇപ്പോഴത്തെ ഇങ്ങനൊന്നും ചിന്തിക്കാനേ പറ്റില്ലല്ലോ. നാണത്തിൽ പൊതിഞ്ഞൊരു ചിരി മാത്രം. പരമഹംസര് പറയുന്ന കഥയാണിത്. യഥാർത്ഥ ദൈവാന്വേഷി ദൈവത്തെ അന്വേഷിച്ച് നടക്കുമ്പോൾ, ബാക്കി കാര്യങ്ങളിലൊക്കെ വ്യാപൃതരാകുമ്പോൾ അവന് ജൽപ്പനങ്ങളുണ്ട്. പക്ഷെ കാണേണ്ടതിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവൻ പിന്നെ മിണ്ടില്ല. അദ്ദേഹം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ അപ്പത്തിന്റെ മാവ് ഈ ദോശക്കല്ലിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കും. എന്നാ ശബ്ദമാണ്? ഇവിടെ ഇല്ല.
മുട്ട മുഴുവൻ അല്ലേ? ആരോ 1-2 പേര് ശബ്ദം ഉണ്ടാക്കി, ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളൂ. അപ്പത്തിന്റെ മാവ് ചൂട് കല്ലിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും. എന്നാ ശബ്ദം? അത് തന്നെ. എന്നാൽ മൊരിയും തോറും എന്നാ പറ്റും? ബഹളം കുറയും. ഒഴിക്കുമ്പോ എന്നെ ബഹളം എന്നറിയാമോ? എന്റെ പരിപാടി അതിനകത്തെ. എന്നാൽ തിരിച്ചിട്ട് മൊരിഞ്ഞു കഴിയുമ്പോഴേക്കും ബഹളമുണ്ടോ? ദൈവത്തെ അന്വേഷിക്കും. ഇതും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ അല്പത്തരവും അല്പജ്ഞാനവും അല്പം മാത്രം അറിഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ ബഹള. എന്നാൽ അവൻ പക്വതപ്പെടുമ്പോൾ, അവൻ പാകപ്പെടുമ്പോൾ എന്താ? മിണ്ടില്ല. അതുകൊണ്ടാണ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബ് 42:4 ഇയ്യോബ് പറയുന്നത്, അയ്യോ ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. പണ്ട് ഒത്തിരി കിടന്ന് പുലമ്പിയ ആളാ ജീവിതത്തിന്റെ വേദനകളിലൊക്കെ. ഇയ്യോബ് പറയുന്നു, അയ്യോ ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി, ഞാൻ കൈകൊണ്ട് വാപത്തുന്നു, ഇനി ഞാൻ മിണ്ടില്ല, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഇങ്ങനെയാണ്. ആ ആദ്യത്തെ ചിന്ത ഞാൻ അതേണ്ട അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ആധ്യാത്മികതയിലെ 1-ാം പടി ഞാനും ദൈവവും മാത്രമാകുന്ന ചില നേരങ്ങൾ. നമ്മുടെ വീട്ടിലൊക്കെ പ്രാർത്ഥനയ്ക്ക് പായ ഇടുന്നത് എങ്ങനെയാണ്? നെടുകയാണോ കുറുകയാണോ? കുടുംബ പ്രാർത്ഥനയ്ക്ക് കുറുകയാണോ നെടുകയാണോ? എന്നാ ചോദിക്കുന്നല്ലേ? എങ്ങനെയാ പായിടുന്നേ? കിഴക്കോട്ട് അഭിമുഖമായി കുറുകയിടും. കാരണം അപ്പനും അമ്മയും 2 പിള്ളേരും ആ കുറുകയിട്ട പായിൽ ഇരിക്കും അല്ലെ, 4 പേര്. കുടുംബ പ്രാർത്ഥനയ്ക്ക് കൂട്ടായ്മയ്ക്ക് പായിടുന്നത് ഇങ്ങനെയാണ്. ഞാൻ പറയും, ഇങ്ങനെ മാത്രം ഇട്ടാ പോരാ, ഈ പായ കുറുകെ കൂടെ വീഴണം. നെടുകയും കുറുകയും. നെടുകയിടുന്ന പായിൽ കിഴക്കോട്ട് അഭിമുഖമായി എത്ര പേർ? 4. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ? ദൈവം സഹായിച്ച പിള്ളേർ 1 കാണും, 1.25 കാണുകയല്ല, അല്ലെ കൂടി പേരുണ്ട്. ഇനി കുറുകയിടുന്ന പായിൽ കിഴക്കോട്ട് അഭിമുഖമായി വൃത്തിയായിട്ട് എത്ര പേർക്ക് ഇരിക്കാം? ഒരാൾക്ക്. നമ്മുടെ വീടുകളിൽ ഈ പായ നെടുകെ മാത്രമേ വീഴുന്നുള്ളൂ. ഞാൻ പറയുന്നതിന്റെ പൊരുൾ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, ഒരുമിച്ചിരുന്ന് ലുത്തിനിയ ചൊല്ലുന്നുണ്ട്. പക്ഷേ ഞാൻ ഏകനായി ദൈവത്തോട് മുട്ടിന്മേൽ അല്ലെങ്കിൽ തമ്പുരാനോട് ചോദിക്കുന്ന കുറുകെ വീഴുന്ന പ്രാർത്ഥനാ പായ അതുണ്ടോ? അതൊരു ചോദ്യമാണ്. അതിന്റെ പേരാണ് ഞാനും എൻ്റെ ദൈവവും മാത്രമാകുന്ന നിർജ്ജന സ്ഥലം. ഞാനും എൻ്റെ ദൈവവും മാത്രമാകുന്ന, ഞാൻ ദൈവവുമായി ഏകനാകുന്ന സ്ഥലം. 1-ാമത്തെ ചിന്ത ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ 1-ാമത്തെ പ്രാർത്ഥന, അതികാലത്ത് എഴുന്നേറ്റ് ഇരുട്ടോട് നിർജ്ജന സ്ഥലത്ത് പോയി ദൂരദേശത്ത് നിന്ന്, ഡിസ്റ്റന്റ് പ്ലേസിൽ നിന്ന് ഡെസർട്ടഡ് പ്ലേസിലേക്ക് മാറേണ്ട ഒരു അനുഭവം. മരുഭൂമിയിലെ പ്രാർത്ഥന, ഞാനും എൻ്റെ ദൈവവും മാത്രമാകുന്ന ധ്യാനത്തിൻ്റെ ഏകാഗ്രതയുടെ പ്രാർത്ഥനാ നിമിഷങ്ങൾ, പേഴ്സണൽ പ്രയർ. അതിന് സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ ധാരാളം അനുഭവങ്ങളും ഉദ്ധരണികളും ചൂണ്ടിക്കാണിക്കാനുണ്ട്. പക്ഷെ അതിന് വിസ്താര ഭയത്താൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല. 2-ാമത്തേത്, യേശുക്രിസ്തുവിൻ്റെതായി മർക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 2-ാമത്തെ പ്രാർത്ഥന, 6-ാം അധ്യായം 46-ാമത്തെ വാക്യമാണ്. 6-ാം അധ്യായം 46-ാമത്തെ വാക്യം. അവരെ പറഞ്ഞയച്ച ശേഷം താൻ പ്രാർത്ഥിപ്പാൻ ഒരു മലയിൽ പോയി. ഒന്നുകൂടെ ഒന്ന് കേട്ടോണേ. അവരെ പറഞ്ഞയച്ച ശേഷം താൻ പ്രാർത്ഥിപ്പാൻ എവിടേക്ക് പോയി? ഒന്ന് ഉറക്കെ പറയോ? മലയിലേക്ക്. 1-ാമത് ഞാൻ പറഞ്ഞു, തമ്പുരാന്റെ 1-ാമത്തെ പ്രാർത്ഥന എവിടായിരുന്നു? മരുഭൂമി, നിർജ്ജന സ്ഥലം. 2-ാമത് എവിടേക്ക്? മലയിലേക്ക്. പ്രയർ ഓഫ് സെൽഫ് അപ്ലിഫ്റ്റിംഗ്. മലയിലെ പ്രാർത്ഥന, താൻ ഉയരങ്ങളിലേക്ക് മാറുകയാണ്. 1-ാമത്തെ അപ്പം വർദ്ധിപ്പിക്കലിന് ശേഷം നിർബന്ധപൂർവം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മലകയറ്റമാണ്. ശിഷ്യന്മാരെ ഒരു വഴിക്ക്, ജനത്തെ ഒരു വഴിക്ക്, പരിസരങ്ങളിൽ നിന്ന് ഉയർന്നു. പ്രിയപ്പെട്ടവരെ, ഈ മലയുടെ പ്രത്യേകത എന്താ? യേശു തമ്പുരാന്റെ ജീവിതത്തിൽ ഒത്തിരി പർവ്വതങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം. പർവ്വതങ്ങളോട് പർവ്വതങ്ങൾ, അതൊരു വിഷയമാണ്, അതിലേക്ക് ഒത്തിരി പോകുന്നില്ല.
പക്ഷെ ക്രിസ്തുവിന്റെ പ്രാർത്ഥനയുടെ ഒന്നാം പടി ഏകനായി പ്രാർത്ഥിച്ചുരുകേണ്ട മരുഭൂമിയാണെങ്കിൽ, രണ്ടാമത് പരിസരങ്ങളിൽ നിന്ന് ഉയരുന്ന മലമുകളാണ്. ഈ പർവ്വതത്തിന്റെ ആധ്യാത്മികത എന്താ? ഞാൻ പറയാം. പർവ്വതത്തിന്റെ ആധ്യാത്മികത വളരെ തീവ്രമാണ്. ഒന്ന്, അത് ആളെ മാറ്റിക്കളയും കേട്ടോ. ആളെ മാറ്റും പർവ്വതം. മോറിയ മലയിൽ അബ്രഹാമിനെ മാറ്റി, അല്ലേ? പോയപ്പോൾ അബ്രഹാമിന്റെ പേര് അബ്രഹാം, ഇറങ്ങി വന്നപ്പോൾ അബ്രഹാമിന്റെ പേര് വിശ്വാസികളുടെ പിതാവ്. ആളെ മാറ്റി. പേര് മാറി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആള് മാറി. ഉൽപ്പത്തി 22 അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് മലയ്ക്ക് അടിയിൽ ഒരു വിളിയുണ്ട്, മലയ്ക്ക് മുകളിൽ ഒരു വിളിയുണ്ട്. അറിയത്തില്ലേ മോറിയ മലയിലേക്ക് പോകുന്ന കഥ? ഈ മലയ്ക്ക് അടിയിൽ വിളിക്കുന്നത് 22:1. ഞാനൊരു മർമ്മം പറയാം, ശ്രദ്ധിക്കണം. ദൈവം അബ്രഹാമിനെ വിളിച്ചത് എങ്ങനെയാണ്? അബ്രഹാമേ, നിന്റെ ഏകജാതനെ എന്നാ ചെയ്യണം? പറയൂ. ബലി കഴിക്കണം. എത്ര തവണ വിളിച്ചു? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് ഒന്നാണ്. എത്ര തവണ വിളിച്ചു? അബ്രഹാമേ, മലയുടെ അടിയിൽ. എന്നാൽ മലയുടെ മുകളിൽ ചെന്ന് യാഗപീഠം ഒരുക്കി കുഞ്ഞിനെ കിടത്തി കത്തിയെടുത്തപ്പോൾ 11-ാം വാക്യത്തിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? വീട്ടിൽ പോയിട്ട് ബൈബിൾ ഒന്ന് പരിശോധിക്കണം. ഞാൻ പറയാം. അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ പറയൂ, കൈവയ്ക്കരുത്. എത്ര തവണ വിളിച്ചു? 2 തവണ. മലയ്ക്കടിയിൽ വെളുപ്പാങ്കാലത്ത് എത്ര തവണ വിളിച്ചു? 1 തവണ. മലയ്ക്ക് മുകളിൽ എത്ര തവണ വിളിച്ചു? എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ പറയാം. മലയുടെ അടിയിൽ കണ്ണുനീരിലേക്കുള്ള വിളിയ, അല്ലേ? കൊച്ചിനെ കൊല്ല്, കണ്ണീരിലേക്ക് പിടിച്ചിറക്കുക. എന്നാൽ മലയുടെ മുകളിൽ കരുതലിലേക്കുള്ള വിളിയ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരിലേക്ക് തമ്പുരാൻ ചിലപ്പോൾ വിളിച്ചിറക്കിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഇരട്ടിയ കൃപ. ചില മലയുടെ മുകളിൽ അടിയിൽ ഒരു വിളി, മുകളിൽ ഇരട്ടി കൃപയാ. അബ്രഹാമേ, അബ്രഹാമേ, കണ്ണുനീർ, കരുതൽ. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെയാ. അവിടെയാണ് അബ്രഹാം മാറിയത്. ആളെ മാറ്റുന്ന പർവ്വതം മോറിയ. അബ്രഹാം, പർവ്വതങ്ങൾ എങ്ങനെയാണ്? നിന്റെ കണ്ണുനീരിനെ മാറ്റുന്ന പർവ്വതമുണ്ട്, നിന്റെ കണ്ണുനീരിനെ കരുതലാക്കുന്ന പർവ്വതമുണ്ട്. നീ കയറുമോ? ഈ കൊടുമൺ പള്ളി പടി കയറി 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 വരിക. ഇങ്ങനെ കയറി 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 അങ്ങ് മേളിൽ ദർഗായുടെ മുകളിൽ ഒരു കാൽവറിയിലെ കുരിശ് നാട്ടിയിട്ടുണ്ട്. ഇസഹാക്കിനെ ബലി കഴിക്കാൻ ഉപയോഗിച്ച ചുള്ളിക്കമ്പുകളും ആ കുരിശിൽ ഒരു കണ്ണാടി പോലെ നോക്കിയാൽ കാണാം. നിഴൽ തന്നെയാണത്. ഈ മല നീ കയറുമോ? നിന്റെ കണ്ണുനീരിനെ ഇരട്ടി കൃപയിലേക്ക് വിളിക്കാൻ സ്വർഗത്തിലൊരു അപ്പനുണ്ട്. ആളെ മാറ്റും പർവ്വതം. ദേവാലയം ഒരു പർവ്വതം തന്നെ, കയറി കയറി വരിക. അവസ്ഥകളെ മാറ്റും പർവ്വതം, അല്ലേ? മോശ ഭീരുവായി ഒളിച്ചോടുക. ഭീരുവായി ഭയജഗതനായി ഒളിച്ചോടുന്ന മോശ ഹോറേബ് പർവ്വതത്തിന്റെ ഉയരത്തിൽ ദൈവം വിളിച്ചിട്ട് ആരെ പേടിച്ചോടിയോ ആ ഫറവോന്റെ മുമ്പിലേക്ക് ഒരു യു-ടേൺ എടുത്തു. ആര്? മോശ. മോശയുടെ അവസ്ഥ മാറി. പഴയ പേടിയൊന്നും ഇപ്പൊ ഇല്ല കേട്ടോ. അവസ്ഥകളെ മാറ്റുന്ന പർവ്വതം ഹോറേബ്. എന്താണ് നിന്റെ അവസ്ഥ? എന്താണ് നമ്മുടെ അവസ്ഥ? രോഗമാകാം, ഭാരമാകാം, ഭയമാകാം. അവസ്ഥകളെ മാറ്റും പർവ്വതം. കയറുമോ? ആലോചനകളെ മാറ്റും, അല്ലേ? ആലോചനകളെ മാറ്റും. കാൽവറി മലയിൽ ശതാധിപൻ പറയുന്നുണ്ട്, ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവിനെ കണ്ടിട്ട്, ഇവൻ സാക്ഷാൽ, ബാക്കി നിങ്ങൾക്കൊന്ന് പൂരിപ്പിക്കാം, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു, സത്യം. എന്താ പറഞ്ഞത്? ഒന്ന് ഉറക്കെ പറഞ്ഞേ. സാക്ഷാൽ കാൽവറി മലയിൽ ദുഃഖവെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ആ പാർട്ടി ശതാധിപൻ പറഞ്ഞതാണ്. ഈ പറഞ്ഞതിനകത്തൊരു കുംഭസാരം ഉണ്ടെന്ന് എനിക്ക് തോന്നി. എന്തെന്നറിയാമോ?
ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്നലെയും അങ്ങനെ ആയിരുന്നല്ലോ. ഞാൻ കണ്ടതാണ് വഴികളിൽ, ഞാൻ കണ്ടതാണ് എരിഹോവിൻ്റെ ചുവടുകളിൽ, ഞാൻ കണ്ടതാണ് ദേവാലയത്തിൻ്റെ പൂമുഖത്ത് ഈ ചെറുപ്പക്കാരനെ. ഈ മരയാശാരിയെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, പലതും അറിഞ്ഞിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് തോന്നിയില്ല ഇതൊരു ദൈവപുത്രനാണെന്ന്, ഒരാശാരിച്ചക്കനാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ കാൽവറി മലയിൽ ക്രൂശിൽ 3 ആണികളിൽ പിടയുമ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലകളിലുമായിരുന്നു, ഞാനും കണ്ടിട്ടുള്ളതാണ്, എനിക്കറിയാൻ പറ്റിയില്ലല്ലോ. 1400 ഗ്രാം വരുന്ന അവന്റെ തലച്ചോർ ഇതാ പുതിയ വെളിപ്പാടുകളിലേക്ക് മാറ്റപ്പെടുക. ശതാധിപന്റെ ആലോചനകളെ മാറ്റി കാൽവറി മല, മോശയുടെ അവസ്ഥ മാറ്റി ഹോറേബ് പർവ്വതം, അബ്രഹാം എന്ന ആളെ തന്നെ മാറ്റി മോറിയ മല. പ്രിയപ്പെട്ടവര്, പർവ്വതത്തിന്റെ ആധ്യാത്മികത അനുഭവങ്ങളെ മാറ്റും. താബോർ മലയിൽ പുതിയ പുതിയ അനുഭവങ്ങൾ. ഇവിടെ ഇരിക്കുന്നത് നല്ലതെന്ന് വീണ്ടും വീണ്ടും പറയുന്ന ചെറുശിഷ്യ സംഘത്തെ കണ്ടില്ലേ? അനുഭവങ്ങൾ ആകെ മാറി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുത്തൻ അനുഭവങ്ങൾ. താബോർ, തേജസ്കരണത്തിന്റെ പെരുന്നാൾ. പർവ്വതം ഇങ്ങനെയാണ്, ആളെ മാറ്റും, അനുഭവങ്ങളെ മാറ്റും, അവസ്ഥകളെ മാറ്റും, ആലോചനകളെ മാറ്റും. കയറുമോ ഈ പർവ്വതത്തിൽ? ദേവാലയം ഒരു പർവ്വതമാണ്. കയറുമോ? നിന്നെ തന്നെ മാറ്റുന്ന, നിന്റെ അവസ്ഥകളെ മാറ്റുന്ന, നിന്റെ ആലോചനകളെ മാറ്റുന്ന യേശു മലമുകളിലേക്ക് മാറ്റപ്പെട്ടു. 10 കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്ന പഴയൊരു സിനിമയുണ്ട്, 10 കൽപ്പനകൾ, വിശ്വവിഖ്യാതമാണ്. ഈ സിനിമയിൽ പുറപ്പാട് പുസ്തകത്തിന്റെ പ്രമേയമാണ്. മോശ സീനായി മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗം ആ സിനിമയിൽ ഒരു ഭാഗമുണ്ട്, ബൈബിളിലും ഉണ്ട്. ഈ മോശ ഇറങ്ങി വരുമ്പോൾ ഈ മോശയുടെ ഭാര്യ സിപ്പോറ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഈ സിനിമയിൽ. അവളാണല്ലോ മോശയെ ഇന്നലെ വരെ നന്നായി കണ്ടിട്ടുള്ളത്, ഏറ്റവും അടുത്ത് കണ്ടിട്ടുള്ളത്. സിപ്പോറ പറയുന്ന ഒരു ഡയലോഗ് ഇതാണ്: ഈ തിളങ്ങുന്ന ത്വക്കുമായി പ്രകാശിക്കുന്ന ശരീരവുമായി ഇറങ്ങി വരുന്ന മോശയെ കണ്ടിട്ട് ആരും മിണ്ടുന്നതിന് മുമ്പേ സിപ്പോറ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഹി ഹാസ് റിയലി സീൻ ഹിസ് ഗോഡ്. എന്റെ ഭർത്താവുണ്ടല്ലോ ഇറങ്ങി വരണ മനുഷ്യൻ, ഹി ഹാസ് റിയലി സീൻ ഹിസ് ഗോഡ്. അയാളുടെ ദൈവത്തെ സത്യമായും കണ്ടു. അതാണ് ഈ തിളക്കം. പർവ്വതം, സീനായി പർവ്വതം മോശയുടെ ജീവിതത്തിന് കൊടുത്ത മാറ്റം. 121-ാം സങ്കീർത്തനം നിങ്ങൾ പറയും, ഞാൻ എൻ്റെ കണ്ണ് ഒന്ന് പൂരിപ്പിക്കുമോ? ഞാൻ എൻ്റെ കണ്ണ്, എൻ്റെ സഹായക്കാരൻ, എൻ്റെ സഹായം ആകാശവും യഹോവയുടെ സന്നിധിയിൽ നിന്നാകുന്നു. പ്രിയപ്പെട്ടവരെ, പർവ്വതങ്ങൾ, സീനായി പർവ്വതം പെരുമാറ്റച്ചട്ടത്തിന്റെ പർവ്വതമാണ്. കർമ്മേൽ പർവ്വതം ബലിയർപ്പണത്തിന്റെ പർവ്വതമാണ്. പെട്ടകം ഉറച്ച അരാരത്ത് പർവ്വതം പുതിയ ജീവന്റെ പർവ്വതമാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഉയർന്ന മല എന്നാണ് കർത്താവിനെ പരീക്ഷിച്ച മല. പിശാച് പരീക്ഷാ വിജയത്തിന്റെ പർവ്വതമാണ്. പഴയ നിയമത്തിൽ മീഖ 4:7 സിയോൻ പർവ്വതം രാജവാഴ്ചയുടെ പർവ്വതമാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ഒലിവ് മല പ്രത്യാശയുടെ പർവ്വതമാണ്. ആ ഭാഗം പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. പർവ്വതങ്ങൾ, പർവ്വതങ്ങൾ, പർവ്വതങ്ങൾ. എന്നാൽ അയാളുടെ ജീവിതത്തിൽ കയറേണ്ട പർവ്വതമാണ് യേശുക്രിസ്തു രണ്ടാമനായി കാണിച്ചു തരുന്നത്. പ്രാർത്ഥനയുടെ 1-ാം പടി നീ ഇരിക്കേണ്ട ഏകാന്തതയുടെ പ്രാർത്ഥനാ സ്ഥലം, നിർജ്ജന സ്ഥലം. 2-ാം പടി നീ കയറേണ്ട ദൈവാലയമാകുന്ന പർവ്വതം, നീ ഉയർന്നു പോകേണ്ട ആരാധനയുടെ പർവ്വതം യേശുക്രിസ്തു കാണിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, 3-ാമത്തെ ചിന്തയിലേക്ക് നമുക്ക് പോകാം. 2 പ്രാർത്ഥന, മരുഭൂമി, മല. 1-ാമത്തേത് പ്രെയർ ഓഫ് സെൽഫ് ഐഡന്റിഫിക്കേഷൻ, 2 പ്രെയർ ഓഫ് സെൽഫ് അപ്ലിഫ്റ്റിംഗ്. മറക്കല്ലേ? 1 മരുഭൂമി, 2 ഉറക്കെ പറയൂ, മലകമ്പുകൾ. നമുക്ക് ഈ വിഷയത്തിന്റെ 3-ാം ഭാഗം യേശുക്രിസ്തുവിൻ്റെതായി മർക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 3-ാമത്തെ പ്രാർത്ഥന,
14 അധ്യായം 32 മുതൽ 41 വരെയുള്ള വേദഭാഗമാണ്. 9 വാക്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പശ്ചാത്തലം പറയാം. യേശു തമ്പുരാൻ പെസഹ കഴിച്ച ശേഷം നീസാൻ 14 പൗർണമി നിലാവത്ത് ഒലിവ് മരങ്ങൾ പൂത്തു നിൽക്കുന്ന ആ രാത്രിയിൽ, നീസാൻ ചന്ദ്രിക കവിത എഴുതിയ ആ രാത്രിയിൽ, ലോകം ആദരവോടെ നോക്കിക്കണ്ട ആ രാത്രിയിൽ യേശുതമ്പുരാൻ കെദ്രോൻ തോട് കടന്ന് അക്കരയ്ക്ക് പോയി എന്ന് വായിക്കുന്നുണ്ട്. പോയ സ്ഥലം മരുഭൂമിയല്ല, മലയല്ല, മറിച്ച് അത് ഒരു സമതലമാണ്, തോട്ടമാണ്. ആ തോട്ടത്തിന്റെ പേര് നിങ്ങൾ പറയും. എന്ത്? അയ്യോ, ഉറക്കെ പറയൂ. ആ തോട്ടത്തിന്റെ പേര് എന്നാ പറഞ്ഞാലും നമുക്കൊരു സംശയം ഉണ്ടല്ലോ കൂടെ പറ പറഞ്ഞ ശരി, ഉറക്കെ പറഞ്ഞാൽ മതി. ഗത്സമൻ. ഇതൊക്കെ പറയാതിരിക്കുന്നതിന് സങ്കടമാണ്. ഗത്സമൻ. അത് മലയല്ല, മരുഭൂമിയല്ല, മറിച്ച് അതൊരു സമതലമാണ്, തോട്ടമാണ്. 3-ാമത്തെ പ്രാർത്ഥന തോട്ടത്തിലെ പ്രാർത്ഥനയാണ്. യേശു എന്താണ് ചെയ്തത്? അവിടെ എന്താ പ്രാർത്ഥിച്ചത്? കഴിയുമെങ്കിൽ പിതാവേ, ഈ പാനപാത്രം നീങ്ങിപ്പോകണം. ബാക്കിയോട് പറഞ്ഞോളൂ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം. പ്രയർ ഓഫ് സെൽഫ് ഡിനയൽ, സ്വയം നിഷേധത്തിന്റെ പ്രാർത്ഥന. 1 പ്രയർ ഓഫ് സെൽഫ് ഐഡന്റിഫിക്കേഷൻ, 2 പ്രയർ ഓഫ് സെൽഫ് അപ്ലിഫ്റ്റിംഗ്, 3 പ്രയർ ഓഫ് സെൽഫ് ഡിനയൽ. എൻ്റെ ഇഷ്ടമല്ല കേട്ടോ. 3-ാമത്തെ പ്രാർത്ഥന സമതലം. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? നമുക്ക് പഠിക്കാൻ എന്ത് കിട്ടുന്നു ഇതിനകത്ത്? അതാണ് എൻ്റെ ചോദ്യം. ഞാൻ പറയാം. ഈ സമതലത്തിന്റെ പ്രത്യേകത എന്താ? മരുഭൂമി ആളില്ലാത്ത സ്ഥലമാണ്, അല്ലേ? മലമുകൾ ആളുകളില്ലാത്ത സ്ഥലമാണ്. യേശു ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ നിർബന്ധം പിടിച്ച സ്ഥലമാണ് മരുഭൂമിയും മലമുകളും. സമതലം അങ്ങനെയല്ല, തോട്ടം അങ്ങനെയല്ല. അറ്റ്ലീസ്റ്റ് 1 hour എൻ്റെ പിള്ളേരെ എൻ്റെ കൂടെ ഒന്നിരുന്ന് പ്രാർത്ഥിക്കുമോ? ചോദിച്ചില്ലേ? കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കൂട്ടുണ്ടാകണമെന്ന് തമ്പുരാൻ നിർബന്ധം പിടിച്ച സ്ഥലമാണ് ഗത്സമൻ തോട്ടം. സമതലത്തിന്റെ പ്രത്യേകത അതാ. അത് ഈ ലോകത്തിന്റെ പ്രതീകമാണ്. പച്ചയായ ലോകം. രോഗങ്ങളുടെയും ഭാരങ്ങളുടെയും സങ്കടങ്ങളുടെയും കുടുംബ പ്രശ്നങ്ങളുടെയും കണ്ണീരിന്റെയും ഇടയിൽ കുഴഞ്ഞുമറിഞ്ഞ ജീവിതത്തിന്റെ പ്രതീകമാണ് സമതലം, ഗത്സമൻ തോട്ടം. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. നിന്റെ വീട് ഒരു ഗത്സമൻ തോട്ടമാണ്. നമ്മുടെ ജീവിതത്തിന്റെ പല അനുഭവങ്ങളും ഗത്സമൻ തോട്ട. ഓടി മരുഭൂമി പോകാൻ ഒക്കുകയല്ല, ഒറ്റയ്ക്ക് മാറി ഭാര്യയും പിള്ളേരെയും കളഞ്ഞിട്ട് പോകാൻ ഒക്കുകയല്ല, ഒറ്റയ്ക്ക് ഉയർന്നു പോകാൻ ഒക്കുകയല്ല. ഇരുന്ന് കൊടുത്തേ മതിയാകുള്ളൂ. അവിടെ രക്തം വിയർത്തേക്കാം, വിയർപ്പ് രക്തമായേക്കാം. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കും, എനിക്ക് വേണ്ടി എൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചെങ്കിൽ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ കൂടെ എൻ്റെ കൊച്ചുങ്ങളെ ഒന്ന് ഉണർന്നിരിക്കേ. പിന്നെയും പിന്നെയും അവരെ ഉണർത്തിയിരുത്തുന്നുണ്ട് തമ്പുരാൻ. ഗത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥന നമ്മുടെ വീടാണ്. ഈ കെദ്രോൻ തോട് കടന്ന് പോണ സമതലം, സുഹൃത്തെ, താങ്കളുടെ ഭവനാണ്, എൻ്റെ ഭവനമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഇടമാണത്, അല്ലേ? ഇപ്പൊ അതൊക്കെ നമുക്ക് പോയി. കാരണം കൊറോണയൊക്കെ വന്നതിന് ശേഷം നമ്മൾ പ്രാർത്ഥനാ യോഗങ്ങൾ, കൂട്ടായ്മകളൊക്കെ നഷ്ടപ്പെട്ടു. കൂട്ടായ്മയുടെ സ്ഥലമാണ് ഗത്സമൻ തോട്ടം കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് പറഞ്ഞത്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ സ്ഥലമാണ്. ഇയ്യോബിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഇയ്യോബ് 7 ദിവസം ഒറ്റയ്ക്ക് നിലത്തിരുന്ന ആളാ. നിർജ്ജന സ്ഥലം. കൂടെ കൂട്ടുകാരും വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അവരും ഒന്നും മിണ്ടിയില്ല. നിർജ്ജന സ്ഥലം. എന്നാൽ 42-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ഇയ്യോബിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഇയ്യോബ് തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ തനിക്ക് ഉണ്ടായിരുന്നവരൊക്കെയും ഇരട്ടിയായി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇയ്യോബിന്റെ ജീവിതത്തിലെ ആദ്യ നിർജ്ജന സ്ഥലമുണ്ട്. പിൽക്കാലത്ത് തന്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഗത്സമൻ തോട്ടമുണ്ട്. കൂട്ടായ്മ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടം എന്താ?
ഞാൻ തന്നെ പറയാം, എൻ്റെ കുഴപ്പം നിങ്ങളുടെ കുഴപ്പം അത് തന്നെയാണോ നിങ്ങൾ ചിന്തിക്കുക. നമ്മളോട് ഒരുപാട് പേര് പറയാറുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണേ അല്ലേ. നമ്മൾ അപ്പോഴേ മറുപടി പറയും, പിന്നെ പ്രാർത്ഥിക്കാം, ഓക്കെ ഓക്കെ. ഇപ്പൊ ചെന്നിരുന്ന് പാട്ട് തുടങ്ങാൻ പോലല്ലേ, നെഞ്ചത്ത് കൈവച്ചിട്ട് പറയണം. എത്രയോ പേർക്ക് വേണ്ടി നാം പറഞ്ഞു മറുപടി, പ്രാർത്ഥിച്ചോളാം. പിന്നെ ശരിക്കും പ്രാർത്ഥിച്ചോ? ശരിക്കും പ്രാർത്ഥിച്ചോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പാപങ്ങളെക്കാൾ കൂടുതൽ കടങ്ങളാണ്. എന്താ പാപം? ചെയ്യേണ്ടത് ചെയ്യരുതാത്തത് ചെയ്യുന്നവരാണ് പാപം. കടമോ? ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ഈ കറുത്ത 6 മുഴം ചേലയ്ക്കുള്ളിൽ നിൽക്കുന്ന ഞാൻ കടത്തിന്റെ കൂമ്പാരത്തിലാണ്. എത്രയോ പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാമെന്ന് ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞു, വെറുതെ പോലും പ്രാർത്ഥിച്ചില്ല കേട്ടോ. എവിടെ കൊണ്ട് തീർക്കും ഈ കടമൊക്കെ? എവിടെ നാം തീർക്കും ഈ കടമൊക്കെ? അതൊന്നും അത്ര ഒരു നിസ്സാരപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നില്ല. ഒരു തുണ്ടു പേപ്പറിൽ എഴുതി വെക്കേണ്ടതായിരുന്നു ഇനിയെങ്കിലും. സഹോദരങ്ങളെ, കടങ്ങളത്തിലൂടെ സീരിയസ് ആണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിൽ എപ്പോഴും ഓർക്കുന്നൊരു പാപങ്ങളും കടങ്ങളും എന്നല്ല, ഫസ്റ്റ് പ്രയോറിറ്റി കടങ്ങളും പാപങ്ങളും. ആദ്യം കടവാ. അടി കൂടുതൽ മേടിക്കാൻ നമുക്ക് കിട്ടാൻ പോകുന്നൊരു അതിന് തന്നെ കേട്ടോ. ചെയ്യാതെ പോകുന്ന ചെയ്യാതെ പോയ കുറെ കാര്യങ്ങളുണ്ട്. കൂട്ടായ്മയുടെ ഗത്സമൻ. പലരും പറയാറുണ്ട്, ഞങ്ങൾക്ക് ആരുടെയും വീട്ടിൽ പ്രാർത്ഥിക്കാൻ സമയമില്ല, ഞാനും എൻ്റെ ഭാര്യയും പിള്ളേരാണ്, ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നതിനാണ് മതി, ഞങ്ങൾ ആരുടെയും വീട്ടിൽ പോകുകയല്ല. ഇവിടെ കാണുകയല്ല, നല്ല പള്ളിയല്ലയോ? പ്രാർത്ഥന യോഗങ്ങൾ, കൂട്ടായ്മകൾ, ഇതിനൊന്നും ഒരു താല്പര്യമില്ല, ഞങ്ങൾ അങ്ങനെ ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഇത് നിന്റെ വിളിയാ. ഈ ഗത്സമൻ യേശു കാണിച്ചു തരുന്നു. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ നിർബന്ധം പിടിച്ചവൻ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കണോ നിർബന്ധം പിടിച്ചു. ഗത്സമൻ തോട്ടത്തിൽ കൊടുമണൊരു ഗത്സമനുണ്ട്. നമ്മുടെ പ്രാർത്ഥന യോഗത്തിന്റെ പേരതാ, ഗത്സമൻ. കുടുംബജീവിതത്തിലൊരു ഗത്സമനുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഇടങ്ങൾ. സഹോദരങ്ങളെ, അബ്രഹാം ഉൽപ്പത്തി 18:23 സൊദോമിനു വേണ്ടി മധ്യസ്ഥത പറയുന്നു. ദാനിയേൽ 9:4 പ്രവാസികൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ദാനിയേൽ പ്രവാചകനെ കാണാം. എസ്രാ 9:6 ജനത്തിന്റെ പാപക്ഷമയ്ക്ക് വേണ്ടി മധ്യസ്ഥത നടത്തുന്ന എസ്രാ ശാസ്ത്രികളെ കാണാം. എഫേസ്യർ 3:14 എഫേസ്യ സഭയ്ക്ക് വേണ്ടി മുട്ടുകുത്തി പൗലോസിന്റെ മധ്യസ്ഥ പ്രാർത്ഥന കാണാം. ഈ പുസ്തകം ഗത്സമൻ പ്രാർത്ഥനകളുടേത് കൂടെയാണ്. കുറേ പ്രാർത്ഥനകൾ. അവിടെയാണ് യേശു കർത്താവ് പറയുന്നത്, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടമല്ല. സഹോദരങ്ങളെ, ജീവിതത്തിൽ അടുത്ത പകൽ എന്തെന്ന് അറിഞ്ഞുകൂടാത്തപ്പോഴും ഇതാ യേശു പറയുന്നു, എനിക്കറിയില്ല, നിന്റെ ഇഷ്ടം. പാട്ടുകാരൻ പാടിയിട്ടുണ്ട്, മുന്നിലൊരു ചോടുവയ്പാൻ മാത്രമിട കാണുന്നു ഞാൻ, ആയതു മതിയെനിക്ക്, ശേഷമെല്ലാം ദൈവഹിതം. എന്താ ഞാൻ പാടുമ്പോ ഒന്ന് ധ്യാനിച്ചേ. മുന്നിലൊരു ചുവടുവയ്പാൻ മാത്രമിട കാണുന്നു ഞാൻ. ഒരു ചുവട് വയ്ക്കാനുള്ള സ്ഥലം മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എങ്കിലും ആയതു മതിയെനിക്ക്, ശേഷമെല്ലാം ദൈവഹിതം. ഒരു ചുവട് വയ്ക്കാനുള്ള ഇടം കിട്ടി, അത് മതി. ബാക്കിയൊക്കെ തമ്പുരാന്റെ ഇഷ്ടം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. തനിച്ചു ഞാൻ വെളിച്ചത്തിൽ നടപ്പതിലനുഗ്രഹം, ഇരുളിലൻ മഹേശനോടൊരുമിച്ചു ചരിപ്പത. ഞാൻ തന്നെ വെളിച്ചത്തിൽ നടക്കുന്നതിനേക്കാൾ അനുഗ്രഹം എന്താ? ഇരുളിലൻ മഹേശനോ
എൻ്റെ ദൈവത്തോടു കൂടെ ഇരുളിൽ നടക്കേണ്ടി വന്നാൽ അങ്ങനെ നടക്കുന്നവരാണ് എൻ്റെ ദൈവം. എൻ്റെ ഭാവിയെല്ലാം എൻ്റെ ദൈവമറിയുന്നു എന്ന്. എൻ്റെ ഭാവിയെല്ലാം എൻ്റെ ദൈവം അറിയുന്നു. എല്ലാ നാളും ഞാൻ അങ്ങനെ പാടും സഹോദരങ്ങൾ. ഇത് പുതിയ പാട്ടൊന്നുമല്ല, അതേ കാലഘട്ടത്തിലെ KV സൈമൺ സാറിന്റെ പാട്ടാണ്. ഓർക്കണം, സ്വയം നിഷേധത്തിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകളുടെ ഗത്സമന അനുഭവങ്ങളിൽ വെളിച്ചം നഷ്ടപ്പെടുമ്പോൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കൂട്ടായ്മയുടെ പായ വിരിക്കേണ്ടതുണ്ട്. ഇത് തോട്ടത്തിലെ പ്രാർത്ഥന, പച്ചയായ വികാരങ്ങളുടെ, പച്ചയായ സങ്കടങ്ങളുടെ, പച്ചയായ കണ്ണീരിന്റെ പ്രാർത്ഥന, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേണ്ട അനുഭവങ്ങൾ. 3 വിഷയം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലുണ്ട്. 4ലേക്ക് നമുക്ക് വരാം. 1 മരുഭൂമി, 2 ഉറക്കെ പറയൂ മലമുകൾ, 3 സമതലം. 3 അർത്ഥമാണ്: സെൽഫ് ഐഡന്റിഫിക്കേഷൻ, സെൽഫ് അപ്ലിഫ്റ്റിംഗ് ആൻഡ് സെൽഫ് ഡിനയൽ. അവസാനമായി വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെതായി 4ാമത് രേഖപ്പെടുത്തിയിരിക്കുന്ന 4 ഉള്ളൂ 4ാമത്തെ പ്രാർത്ഥന 15-ാം അധ്യായം 34-ാം വാക്യത്തിലും മറ്റുമൊക്കെ ഉണ്ട്. ആ വാക്യത്തിലും തുടർന്നും അത് കാണാം. 9-ാം മണി നേരത്ത് യേശു എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് ഉറക്കെ നിലവിളിച്ചു. 4ാമത്തെ പ്രാർത്ഥന ക്രൂശിലെ പ്രാർത്ഥനയാണ്. ഞാൻ ആദ്യത്തെ 3 പറഞ്ഞൊരു പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലേ, മരുഭൂമി, മല, തോട്ടം. 4 അങ്ങനെ തന്നെ പറയാം, അന്തരീക്ഷത്തിലെ പ്രാർത്ഥന. ക്രൂശ് അന്തരീക്ഷത്തിലാണ്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവനെ എറിഞ്ഞു കളകാം. കുറ്റവാളി മണ്ണിൽ കിടന്ന് മരിച്ചാലെന്ന് മണ്ണിന് ശാപം, വീഴരുത് അവന്റെ ചോര. കുഞ്ഞുങ്ങൾക്ക് ശാപം, വിണ്ണിനവനെ വേണ്ട. കൊടും കുറ്റവാളി, മണ്ണിനും വിണ്ണിനും വേണ്ടാത്തവനെ പിന്നെ എന്നാ ചെയ്യണം? പുറമ്പോക്കിലേക്ക് കളാ. മണ്ണിന്റെയും വിണ്ണിന്റെയും പുറമ്പോക്കല്ലേ അന്തരീക്ഷം. ത്രോഹിം. കുരിശിൽ മണ്ണിനും വിണ്ണിനും ഇടയിൽ അന്തരീക്ഷത്തിൽ ഒരു നിലവിളി, എൻ്റെ ദൈവമേ. 4ാമത്തെ പ്രാർത്ഥന ഒരു നിലവിളിയായി മാറിയിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. മരുഭൂമിയിലെ മൗനത്തിൽ തുടങ്ങി മലയുടെ മുകളിലെ അഭൗമികതയിൽ വളർന്ന, ഗത്സമനിലെ കൂട്ടായ്മയിൽ പടർന്ന, കാൽവറിയിലെ നിലവിളിയിൽ ലയിക്കും. ഇതാണ് ക്രിസ്തു. കാൽവറിയിലെ നിലവിളിയിൽ എൻ്റെ ദൈവമേ. പ്രാർത്ഥന നിലവിളിയായി മാറിയിരിക്കുന്നു. പ്രാർത്ഥന നിലവിളിയായി മാറിയിരിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ആത്മാവിനെ. നിങ്ങൾ പറ ബാക്കി. ഉണ്ടില്ല. എൻ്റെ ആത്മാവിനെ ഞാൻ നിന്റെ കയ്യിൽ. ലോകത്തിതുപോലെ മനോഹരമായൊരു പ്രയോഗം മരണത്തെക്കുറിച്ച് ഇന്നോളം ആരും രൂപപ്പെടുത്തിയിട്ടില്ല. ആത്മാവിനെയും ഭരമേൽപ്പിക്കുക. He gave up his spirit. He handed over his spirit. 9-ാം മണി നേരത്ത് ആത്മാവിനെ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ മൂർത്തിഭാവമാണ്. യേശു പ്രാർത്ഥനയുടെ 4ാം പടിയിൽ ചെന്ന് കേട്ടോ. ഈ ആത്മാവിനെ ഭരമേൽപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ വെറുതെ ഇരുന്ന് കേൾക്കാനുള്ളതൊന്നുമല്ല. ശരീരം മുഴുവൻ ഒരു ചോരപ്പിണ്ട, നുറുങ്ങുന്ന വേദന, വല്ലാത്ത വേദന. ശരീരം മുഴുവൻ അതിവേദന എടുക്കുമ്പോൾ ആരെങ്കിലും ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുമോ? നമ്മൾ ആത്മാവിനെ കുറിച്ചൊക്കെ വലിയ പാട്ടൊക്കെ പാടും, ആത്മാവേ വരണേ. പക്ഷെ കൈയുടെ ഒരു നല്ല വേദന വന്നാൽ നമ്മൾ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുമോ, ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുമോ? പറയൂ. ശരീരത്ത് പിന്നെ കൊമ്പത്തെ ആത്മാവൊക്കെ മാറി നിൽക്കത്തേ ഉള്ളൂ. ശരീരത്തിന് വേദന വരുമ്പോൾ നമുക്ക് വിഷയം ഏതാ? ശരീരം തന്നെയാണ്. ശരീരത്തിന് സുഖം ഉള്ളപ്പോഴേ നമ്മൾ ആത്മാവിലോട്ട് അങ്ങോട്ട് കയറുകയുള്ളൂ. പക്ഷേ ശരീരം മുഴുവനൊരു ചോരപ്പിണ്ടമായി ശരീരം തന്നെ പീഡിപ്പിക്കുമ്പോൾ, ശരീരം തനിക്കൊരു വലിയ ഭാരമായിരിക്കുമ്പോൾ,
ശരീരത്തെ മറന്ന് ആത്മാവിലെത്തുകയാണ്. എന്നിട്ടാണ് പറയുക, എൻ്റെ ആത്മാവിനെ ഞാൻ ഏൽപ്പിക്കുന്നു. ഇന്നയോളം ഇങ്ങനെ പ്രാർത്ഥിച്ചവരാരും ഈ മണ്ണിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയും, മർക്കോസിന്റെ സുവിശേഷത്തിലെ 4-ാമത്തെ പ്രാർത്ഥന, പ്രാർത്ഥനയുടെ പരകോടി, എഡ്ജ് ഓഫ് പ്രയർ, ക്ലൈമാക്സ് ഓഫ് പ്രയർ, പ്രാർത്ഥനയുടെ പരമാത്മലയനം എന്ന് വിളിക്കും. ആത്മാവിനെ ലയിപ്പിക്കുക, ആത്മാവിനെ സ്വർഗത്തിലേക്ക് ലയിപ്പിക്കുക, സ്വയം മറന്ന്, ശരീരത്തെ മറന്ന്. ഈ വസ്ത്രാക്ഷേപ സമയം, വസ്ത്രാക്ഷേപം കേട്ടിട്ടുണ്ടാവുമല്ലോ, ഈ പാഞ്ചാലി അല്ലേ, ദുശാസനൻ കൗരവസഭയിൽ ഈ പാഞ്ചാലിയുടെ വസ്ത്രം അഴിക്കുമ്പോൾ, പുടവ വലിച്ചഴിക്കുമ്പോൾ പാഞ്ചാലി ആദ്യം കരയുന്നത് പുടവച്ചുറ്റിൽ ഒരു കൈ കൊണ്ട് പിടിക്കും. ആരായാലും അങ്ങനെയുള്ളല്ലോ, മുണ്ടഴിഞ്ഞു പോകുമ്പോൾ മുണ്ട പിടിക്കണമല്ലോ. അത് പിടിച്ചിട്ടാണ് ദ്വാരകയെ വാഴും എന്ന് വിളിക്കുന്നത്, ദ്വാരകയെ വാഴും കണ്ണാന്ന് വിളിക്കുന്നത് കൃഷ്ണൻ. ആരും രക്ഷയ്ക്ക് വന്നില്ലെന്നാണ്. അല്പം കഴിഞ്ഞപ്പോൾ തന്നിൽ തന്നെയുള്ള ആശ്രയത്തിലെ പുടവച്ചുറ്റിലെ പിടിവിട്ടിട്ട് മമ ഹൃദയേ വാഴും ദൈവമേ എന്ന് വിളിച്ചു. എൻ്റെ ഉള്ളിൽ വാഴുന്ന ദൈവമേ. അവനവനിൽ തന്നെ ഒരു പിടി ഇട്ടട്ടെ നമ്മൾ വിളിക്കുള്ളൂ കേട്ടോ. ശരീരമാണ് വലുത്, അഴിഞ്ഞു പോകുന്ന മുണ്ട് തന്നെയാണ് വിഷയം. പക്ഷേ സർവം മറന്ന് ഏൽപ്പിച്ചു കൊടുത്തൊരു തമ്പുരാനുണ്ട്. അവിടെ വെച്ച് തമ്പുരാൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിവൃത്തിയായി. എന്താ ഈ നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ? അതിന് പറയുന്നത് ഫിനിഷ്ഡ് എന്നാണ്. ഇറ്റ്സ് ഫിനിഷ്ഡ്. അതിന് പറയുന്നൊരു കാര്യം ഭാരതം പറയുന്നതാണ്, ഭോഗം പ്രവൃത്തി, യോഗം നിവൃത്തി. ഒന്ന് ശ്രദ്ധിക്കണേ, നമ്മളൊക്കെ ഭോഗത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഭോഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ഭോഗത്തിൽ ചരിക്കുന്നു. കഠോപനിഷത്ത് പറയുന്നതാണ്. പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ പ്രവർത്തിക്കുന്നതിനിടയിലെ നമ്മൾ മരിക്കാൻ പോകുന്നവരും കണ്ടോണം. നമ്മളാരും പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തിയിലേക്ക് മാറി മരിക്കില്ല. മരണക്കിടക്കയിൽ നമ്മൾ ഒടുങ്ങാത്ത മോഹങ്ങൾ ഉള്ളിലിടും. മോഹങ്ങൾ തീർന്നു മരിക്കില്ല. പ്രവൃത്തിയിൽ, ഭോഗങ്ങളിൽ നമ്മൾ മരിക്കും. ഏറ്റവും വലിയ ദുരന്തമാണത്. എന്നാൽ യേശു ക്രിസ്തു 33-ാമത്തെ വയസ്സിൽ ഭോഗം, പ്രവൃത്തി അവസാനിപ്പിച്ച് ഉപനിഷത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യോഗത്തിലേക്ക് കയറി. അതാണ് ഭോഗത്തിൽ നിന്നും യോഗത്തിലേക്ക്, പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തിയിലേക്ക്. ആദാം മരത്തിന്റെ പിന്നിൽ ഒളിച്ചു അല്ലേ, ദൈവം വന്നപ്പോൾ. 1-ാമത്തെ മരം മോഹത്തിന്റെ മരം. ആ മരം കണ്ട്, നടുവിൽ നിൽക്കുന്ന മരം കണ്ട് മോഹിച്ചില്ലേ? ഭോഗങ്ങളുടെ മരമാണ് ഏദനിലെ മരം. താൻ ഒളിച്ച മരത്തിന്റെ പിൻപിൽ ഒളിച്ചു എന്നാണ്. മരം, മാരൻ ഇരിക്കുന്ന ഇടം. മാരൻ, കാമദേവൻ എന്നാണ് മലയാളം. കാമദേവനാണ് മാരൻ. മാരൻ ഇരിക്കുന്ന ഇടമാണ് മരം. ഒന്നാം മരം, ഏദൻ തോട്ടത്തിലെ 1-ാം മരം, ആഗ്രഹങ്ങളുടെ മരം, ഭോഗങ്ങളുടെ മരം. ആ ആഗ്രഹങ്ങളുടെ പിറകിൽ പോയി ആര് നിന്നു? ആദമും ഹവ്വയും. ആഗ്രഹങ്ങളെ മുന്നിലേക്ക് പിടിച്ചു. നമ്മളും അങ്ങനെ തന്നെയാ. ആഗ്രഹങ്ങളെ മുന്നിലിട്ടോണ്ടാ ഓടിക്കൊണ്ടിരിക്കുന്നത്, ആസക്തികളെ മുന്നിലിട്ടോണ്ടാ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഹൗവ അമ്മച്ചിയുടെ മക്കൾ തന്നെ. എന്നാൽ സുവിശേഷത്തിലൊരു മരമുണ്ട്, സ്ലീബാ മരം, 2-ാം മരം, യോഗത്തിന്റെ മരമാണത്. നിവൃത്തിയുടെ ഇരിപ്പിടം. അവിടെ കിടന്നു കണ്ടാണ് പറഞ്ഞത് നിവൃത്തിയായി. പ്രവൃത്തി അവസാനിപ്പിച്ച് നിവൃത്തിയിലേക്ക് പോയ മരമാണ് സ്ലീബാ മരം. ആദം പിറകിലേക്ക് പോയെങ്കിൽ, ഹൗവ പിറകിലേക്ക് പോയെങ്കിൽ, യേശു ക്രിസ്തു മരത്തെ മുന്നിൽ നിർത്തിയിട്ട് പിറകിൽ പോയില്ല. മരത്തിന്റെ മുന്നിൽ വന്ന് ക്രൂശിൽ തൂങ്ങി. ആഗ്രഹങ്ങളെ പിറകിലോട്ട് അടിച്ചോടിച്ചു. ആഗ്രഹങ്ങളെ പിറകിലോട്ട് പായിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് യോഗത്തിന്റെ മരം, നിവൃത്തിയുടെ മരം. ഏദനിലെ മരം ഇതാ, ആദമൊളിച്ച മരം, കാൽവറിയിലെ മരം നിവൃത്തിയായി. പ്രിയപ്പെട്ടവരെ, 4-ാമത്തെ പ്രാർത്ഥനയിൽ യേശുക്രിസ്തു ആത്മാവിനെ ഭരമേൽപ്പിക്കുന്ന നമ്മളൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറ്റത്തില്ല. ആ ലെവലിലൊന്നും നമ്മൾ ചെല്ലത്തില്ല കേട്ടോ.
ഭയങ്കരമായൊരു മെസ്സേജാണ് ഈ 4ാമത്തെ പ്രാർത്ഥന നമുക്ക് തരുന്നത്. ആഗ്രഹങ്ങളൊക്കെ ഒളിപ്പിച്ച് ശരീരത്തെ മറന്ന് ആത്മാവിനെ കുറിച്ച് മാത്രം പ്രാർത്ഥിക്കുക പറ്റുമോ? പറ്റുകയല്ല. പക്ഷെ കർത്താവ് തുടങ്ങി പ്രാർത്ഥനയുടെ പരകോടി കാണിച്ചു തരിക. 4ാം പടി ആത്മാവിനെ കുറിച്ച് മാത്രം പ്രാർത്ഥിക്കുന്ന നിവൃത്തിയായി എന്ന് പറഞ്ഞ് യോഗത്തിൽ പ്രവേശിക്കുന്ന അന്തരീക്ഷത്തിലെ കുരിശുമരത്തിലെ പ്രാർത്ഥനയാണത്. 4ാം തലം. അവിടെ ഒരു നിലവിളിയാ പ്രാർത്ഥന. എന്താ ഈ നിലവിളിയുടെ പ്രത്യേകത? ഈ നിലവിളിക്ക് എവിടെയായാലും ഏത് മരുഭൂമിയിലും നിലവിളിക്കൊരു ഉത്തരമുണ്ട്. നിലവിളി എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. കരച്ചിലും നിലവിളിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഈ കരച്ചിൽ BA ആണെങ്കിൽ നിലവിളി MA ആണ്. കരച്ചിൽ BCom ആണെങ്കിൽ നിലവിളി പറയൂ MCom ആണ്. എന്താ അങ്ങനെ പറയാ? കളിപ്പാട്ട് നഷ്ടപ്പെട്ട കുട്ടി കരയും. പ്രണയം നിഷേധിക്കപ്പെടുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ കരയും. സൗഖ്യം നിഷേധിക്കപ്പെടുമ്പോൾ രോഗി കരയും. പക്ഷേ കളിപ്പാട്ടം അടുത്തൊരു കിട്ടുമ്പോൾ കരച്ചിൽ തീരും. 8ാം ക്ലാസ്സിൽ തുടങ്ങും, 9ാം ക്ലാസ്സിൽ പൊട്ടും, അപ്പോൾ കരയും. പിന്നെ 10ാം ക്ലാസ്സിൽ അടുത്തൊരു കിട്ടും, അപ്പോൾ കരച്ചിൽ മാറും. മനസ്സിലായി കാണും. ഈ കരച്ചിലിന് ഓപ്ഷനുണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഓപ്ഷനുണ്ട്, വേറെ വഴിയെ പോവാം. നിലവിളിക്കോ? ഇപ്പം നമ്മൾ മരത്തെ കയറുക, മരത്തെ എന്ന് പിടിവിട്ടു താഴോട്ട് പോരുക, കരയോ നിലവിളിക്കോ? മരത്തെ കയറാൻ അറിയത്തില്ല അല്ലേ? കയറണമെന്ന് ഞാൻ പറയില്ല. കിണറ്റ് വീഴുക അറിയാതെ നിലവിളിക്കോ കരയോ? എന്തെങ്കിലും ഒന്ന് മിണ്ട് നിർത്തണം, നിങ്ങൾക്കും പോകണം എനിക്കും പോകണം. നിലവിളിക്കുക എന്താ അതിൻ്റെ അർത്ഥം? ഇനി ഒരു ഓപ്ഷൻ ഇല്ല. അവസാനത്തെ കരച്ചിലിൻ്റെ പേരാണ്. അതുകൊണ്ടാ പറഞ്ഞത് കരച്ചിൽ BA ആണെങ്കിൽ നിലവിളി MA ആണ്. ഹയർ ഡിഗ്രി അത്. അമ്പരന്നീവിധം ഹാഗാർ മരുഭൂമി പോയി കരഞ്ഞില്ല, അതിനെക്കുറിച്ച് പാടുക. അമ്പരന്നീവിധം ഹാഗാർ സ്വകണ്ഠമാം കമ്പിയാപ്പീസിൽ നിന്നും അമ്പർ നാട്ടിൽ തമ്പുരാന്റെ പേർ കർജന്റായി വിട്ടോരു കമ്പിക്ക് കിട്ടി ബദൽ ക്ഷണത്തിൽ. ഒന്നും മനസ്സിലായില്ലല്ലേ? 8:30 മണിയാകുകയും ചെയ്തു. അമ്പരന്നീ വിധം ഹാഗാർ. അമ്പരന്ന് പോയി ഹാഗാർ കുഞ്ഞിനെയും കൊണ്ട് പോയപ്പോൾ അമ്പരന്ന് പോയ ഹാഗാർ തമ്പുരാന്റെ പേർ കർജന്റ സ്വകണ്ഠമാം കമ്പിയാപ്പീസിൽ നിന്നും, പഴയ മലയാള, സ്വകണ്ഠമാം കമ്പിയാപ്പീസിൽ നിന്നും അമ്പർ നാട്ടിൽ എന്ന് പറഞ്ഞാൽ സ്വർഗനാട്ടിൽ, അമ്പർ നാട്ടിൽ തമ്പുരാന്റെ പേർ കർജന്റായി വിട്ടോരു കമ്പിക്ക് കിട്ടി ബദൽ ക്ഷണത്തിൽ എന്ന് പറഞ്ഞാൽ ഹാഗാറിന്റെ കണ്ണുനീരിന് മറുപടി കൊടുത്തൊരു ദൈവമുണ്ട്. ഹാഗാറിന്റെ നിലവിളിക്ക് ഉത്തരം കൊടുത്തൊരു ദൈവമുണ്ട്. ഇന്നു രാവിൽ പൊഴിക്കുന്ന സങ്കട കണ്ണീർ തുള്ളി നാളെ പ്രഭാതത്തിൽ വല്ലഭൻ സവിതാവ് കരം തൊട്ട് നല്ല മാണിക്യ കല്ലുകളാക്കിടും. എന്തേ മനസ്സിലായില്ലേ? ഇന്നു രാവിൽ നീ പൊഴിക്കുന്ന സങ്കട കണ്ണീർ തുള്ളി നാളെ പ്രഭാതത്തിൽ വല്ലഭൻ സവിതാവ് കരം തൊട്ട് നല്ല മാണിക്യ കല്ലുകളാക്കിടും. ഇന്നൊരു തുള്ളി കണ്ണുനീരി പള്ളിയുടെ ഉള്ളിൽ വീണാൽ, തമ്പുരാന കണ്ണുനീരിനെ തൊട്ടാൽ അതിനെ മാണിക്യക്കല്ലുകളാക്കി മാറ്റുന്നൊരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിലവിളിയുടെ മറുപടി മൗനത്തിൽ ആരംഭിച്ചൊരു നിലവിളിയിൽ ചെന്ന് തീരുക. അവസാനിപ്പിക്കാൻ നമുക്ക് ഈ വിചാരങ്ങൾ. അന്തരീക്ഷത്തിലെ പ്രാർത്ഥന, പരമാത്മലയനം, പ്രാർത്ഥനയുടെ പരകോടി, യോഗം പ്രവൃത്തിയിൽ നിവൃത്തിയിലേക്ക്, ഭോഗത്തിൽ നിന്ന് യോഗത്തിലേക്ക്. എന്താ നാം കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞു വെച്ചത്? മർക്കോസ് പറയുന്ന 4 പ്രാർത്ഥനകളൊരു പാഠം. 1 മരുഭൂമി, ദൂരദേശത്ത് നിന്നും നിർജ്ജന സ്ഥലത്തേക്ക് ഒരു യാത്ര വേണം. 5 ചോദ്യങ്ങൾ സ്വയം ചോദിക്കണം. 2 മലമുകളിലേക്ക് ആളെ മാറ്റുന്ന, അവസ്ഥ മാറ്റുന്ന, അനുഭവങ്ങളെ മാറ്റുന്ന, ആലോചനകളെ മാറ്റുന്ന മലമുകൾ കയറി വരുമോ ആരാധനയുടെ മലമുകളിലേക്ക്? 3
ഗെത്സമൻ തോട്ടത്തിലെ കൂട്ടായ്മയുടെ വിളി, കടങ്ങൾ പെരുകുന്നുണ്ട്, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് മറന്നുപോയ കടഭാരം, പ്രാർത്ഥനയുടെ പരകോടി കുരിശിൽ അന്തരീക്ഷത്തിൽ ഒരു നിലവിളിയായി മാറുന്ന, നിവൃത്തിയിലേക്ക് ചേക്കേറുന്ന ആത്മാവിനെക്കുറിച്ച് മാത്രം വിചാരിക്കുന്ന പ്രാർത്ഥനാ ബോധ്യങ്ങൾ. ഈ നിമിഷങ്ങളിൽ നാം ഒരുമിച്ച് ഈ ചിന്തകളിലൂടെ കടന്നുപോയി ദൈവകൃപയിലായിരുന്നു. തമ്പുരാൻ അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു.